أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തജ്വീദിൻ്റെ 18ാമത്തെ ഭാഗമാണിത്. നൂൻ സാക്കിൻ തൻവീനുമായി ബന്ധപ്പെട്ട അടുത്ത നിയമമാണ് ഇഖ്ഫാ. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്, വ്യക്തമാക്കാതിരിക്കുക. സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീനിന് ശേഷം നേരത്തെ നമ്മൾ പല അക്ഷരങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. അതുകൂടാതെ ബാക്കി വരുന്ന ഒരു 15 അക്ഷരങ്ങൾ ത, സ, ജീം, ദാൽ, ദാൽ, സ, സീൻ, ഷീൻ, സാദ്, ضاد, ط, ظ, ف, ഖാഫ്, കാഫ്. ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ വ്യക്തമാക്കാതെ, അതായത് നൂനും തൻവീനും വ്യക്തമാവാത്ത രീതിയിൽ മണിച്ചാണ് ഓതേണ്ടത്. മറച്ച് മണിച്ചോതുക എന്നാണ് അതിന് പറയാം. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളാണ് കൊടുക്കുന്നത്. മിൻ ശർരി മാ അൻ സ്വലാത്തിഹിം മിൻ സിജ്ജീലിൻ സയസ്ലാ നാറൻ ذات ലഹബ്. The Ikhfa recitation rule involves hiding or concealing. If any of the 15 Arabic letters ta, tha, jeem, dal, zal, za, seen, sheen, sad, dad, ta, dha, fa, qaf, kaf come after a noon with a sukoon or tanween, they are pronounced with a slight nasal sound. The sound of the noon will be briefly hidden in the nose for 2 to 3 seconds. Here are the examples. Min sharri ma an salatihim min sijjilin sayasla naran ذات لهب.